നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സത്യത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം, അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിനുശേഷം ഇതുവരെ CPM എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൂലങ്കഷമായ ചർച്ചകൾ പാർട്ടി തലത്തിലും പൊതുജനങ്ങൾക്കിടയിലും പാർട്ടി അണികൾക്കിടയിലും നടന്നുകൊണ്ടിരിക്കുന്നു, പ്രവർത്തകർക്കിടയിലും അനുഭാവികൾക്കിടയിൽ വരെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ സത്യത്തിൽ അവർ മനസ്സിലാക്കാതെ പോയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു വ്യക്തിയെ മറന്നുപോയി, ഒരു നേതാവിനെ മറന്നുപോയി. അതാണ് CPM ചെയ്ത ഏറ്റവും വലിയ അപരാധം, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ ഇടയായ കാരണം. CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രബലനായ ശക്തനായ ഒരു നേതാവിനെ മറന്നുപോയി എന്നുള്ളതാണ്. ആ മറവി തന്നെയാണ് ഈ പരാജയത്തിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ആരാണ് ആ വ്യക്തി എന്നുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, CMB എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും DMF എന്ന് പറയുന്ന, അതായത് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ ലയന ചർച്ച നടക്കുകയും ചെയ്തു, ലയിക്കുകയും ചെയ്തു. ഈ ലയനത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇടത് പക്ഷം എന്ന് പറയുന്നത് CMB എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അത് വിശദമാക്കുന്നതും വിലയിരുത്തുന്നതും അതോടൊപ്പം തന്നെ PK ശശി എന്ന് പറയുന്ന ഒരു നേതാവ് തന്നെയാണ് എന്നുള്ള കാര്യം തീർച്ചയാണ്. അദ്ദേഹം നമ്മുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സവിശേഷമായ ഒരു സാഹചര്യത്തെയാണ് കഴിഞ്ഞ ദിവസം CMBയുടെ നേതാവും അതോടൊപ്പം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ CP ജോൺ അഭിപ്രായപ്പെട്ടത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പരിപാടിയിൽ, ആ ലയന പരിപാടിയിൽ, അല്ലെ നയപ്രഖ്യാപന സമ്മേളനത്തിൽ TK ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പങ്കെടുത്തിരുന്നു. TK ഗോവിന്ദൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം വിമതന്മാരെന്ന് പറയും, തളിപ്പറമ്പിലെ MLA ആണ്. ഈ പറയുന്ന ആൾക്കാരെല്ലാം വിമതന്മാരെന്നൊരു ഗ്രൂപ്പായിട്ടാണ് സത്യത്തിൽ കരുതിപ്പോരുന്നത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. ഇവിടെ ഈ പറയുന്ന PK ശശി എന്ന് പറയുന്ന ഒരു നേതാവിനെ വിമതമുദ്ര കുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയതാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയമായി ഇവർ, അതായത് PK ശശി അടക്കമുള്ള നേതാക്കൾ വിലയിരുത്തുന്നത്. അവരുടെ അഭിപ്രായത്തിൽ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ ഭാവിയും ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 2026 നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനിച്ചു കഴിഞ്ഞു. അതായത് ഇപ്പോൾ അവരുടെ കണക്കുകൾ പ്രകാരം, അല്ലെങ്കിൽ PK ശശിയുടെ അഭിപ്രായ പ്രകാരം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്നിപ്പോഴുള്ളത് ICUവിലാണ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. നാളെ അത് വെന്റിലേറ്റർ എന്ന് പറയുന്ന, അതായത് മെഷീനറികളുടെ സഹായത്തോടു കൂടി തന്നെ ശ്വാസോച്ഛ്വാസം എടുക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തിനുള്ളിലേക്ക് ഓക്സിജൻ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. തുടർന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2031 എത്തുമ്പോൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പള്ളിക്കാട്ടിലേക്ക് എടുക്കപ്പെടും എന്നുള്ളതാണ് ഈ PK ശശി എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു പ്രവചനം. ബ്രസീൽ വീണില്ലേ എന്ന് പറയുന്നത് പോലെ CPMും വീണ് തകർന്നടിഞ്ഞിരിക്കുന്നു. CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കേന്ദ്രീകൃതമായ ഒരു സംവിധാനമാണ്. അതായത് ഒരു രാഷ്ട്രീയ നേതാവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കതിൽ നിന്ന് തന്നെ ഊഹിക്കാം. അദ്ദേഹത്തിന് CPMനോടും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനോടും MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോടുമുള്ള ഒരു ദേഷ്യം, വൈരാഗ്യം, അറപ്പ് എന്നിവ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഇത്രയും ഒരു ഉന്നതനായ ഒരു വ്യക്തിയാണോ? അതല്ലെങ്കിൽ ഇന്ന് DMF എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണല്ലോ രൂപം കൊള്ളുന്നത്. ഈ മാർച്ച് മുതൽ ഇന്ന് ജൂലൈ മാസം 8-ാം തീയതി വരെ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ DMF എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ എന്ത് ചലനമാണ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? CMB എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നമുക്കറിയാം, വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി അവശേഷിച്ചിരിക്കുന്ന സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ അറിയപ്പെടുന്ന ഒരേ ഒരു നേതാവ് നമുക്കറിയാവുന്നതുപോലെ CP ജോൺ എന്ന് പറയുന്ന ഒരു നേതാവ് മാത്രമാണ്. മന്ത്രിയാകുന്നതിന് മുൻപ് വരെ അദ്ദേഹത്തിന് UDF എന്ന് പറയുന്ന ഒരു മുന്നണി യാതൊരുവിധ പ്രാധാന്യവും നൽകിയിരുന്നില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് CMB നേതാവായ CP ജോൺ പോലും മത്സര രംഗത്തേക്ക് ഇറങ്ങുകയും ഒരു വിജയിയാകുകയും മന്ത്രിയാകുകയും ചെയ്യുന്നു. അതിനു മുൻപ് നമ്മൾ CMB എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊരു മന്ത്രിയെ UDF നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി PK ശശിയെ സംബന്ധിച്ചിടത്തോളം, PK ശശി എന്ന് പറയുന്ന ഒരു നേതാവ് സമൂഹത്തിന്, അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷയ്ക്ക് എന്ത് പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്? അല്ലെങ്കിൽ PK ശശി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ എന്ത് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഒറ്റപ്പാലത്ത് അദ്ദേഹം മത്സരിച്ചല്ലോ.
ഒറ്റപ്പാലത്ത് 26,777 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അതും കെ പ്രേംകുമാർ എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥിയോട്. അത്രയേ ഉള്ളൂ പി കെ ശശി. ഈ UDF ഇപ്പോൾ അദ്ദേഹത്തെ കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനു മുൻപ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ തീവ്രത കുറഞ്ഞ പീഡനം എന്നതടക്കമുള്ള ആരോപണങ്ങൾ പിൻവലിക്കുവാൻ ഇവർ തയ്യാറുണ്ടോ? ഇത് നേരത്തെയും പല ആവർത്തി പലരും ചോദിച്ച ചോദ്യമാണ്. അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാതാക്കാൻ DMF പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, അല്ലെങ്കിൽ CMB പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൻ്റെ ബദലായി മാറാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം നേതൃബാഹുല്യം കൊണ്ടും അതോടൊപ്പം നന്നായി സംസാരിക്കാൻ അറിയാവുന്ന നേതാക്കന്മാരെ കൊണ്ടും അതോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള നല്ല ഒന്നാം തരം, അതായത് പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്താത്ത നിരവധി നേതാക്കന്മാരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് CPM. അതെന്തുകൊണ്ടാണ് പലപ്പോഴായി ഈ പി കെ ശശി എന്ന് പറയുന്ന ഒരാൾ മറന്നു പോകുന്നത്? ഈ പി കെ ശശി 68 വയസ്സുള്ള പി കെ ശശി എന്ന് പറയുന്ന നേതാവ് ഇക്കാലം അത്രയും തൻ്റെ 67 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ആർക്കൊപ്പമാണ് നിന്നിരുന്നത്? KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്ന വേളയിൽ പോലും ഒടുവിൽ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയതിനു ശേഷമല്ലേ പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സമീപനത്തിലേക്ക് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കടന്നത്? അപ്പോൾ പാർട്ടിയെ പിന്നിൽ നിന്ന് ഇത്രയും കാലം താൻ വിശ്വസിച്ച, ഇത്രയും കാലം താൻ ഒപ്പം നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ ഇപ്പുറത്തേക്ക്, അതായത് KTDC ചെയർമാൻ സ്ഥാനം പോലും രാജിവെച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഇന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഒരുപക്ഷെ ഇത്തവണ MLA ആയി UDFന്റെ മന്ത്രിയായി തനിക്ക് നിയമസഭയിലെത്താം എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു. അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു DMF എന്ന് പറയുന്ന ഒരു ഈർക്കിലി പാർട്ടിയും കൊണ്ട് തനിക്ക് ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുത പി കെ ശശിയെ പോലൊരു നേതാവ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരിക്കൽ പോലും രാഷ്ട്രീയത്തിൽ തനിക്കൊരു ഭാവി ഉണ്ടാകില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. ആ മനസ്സിലാക്കലിൻ്റെ ബാക്കി പത്രമാണ് തനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് ഇപ്പോൾ CMB എന്ന് പറയുന്ന മറ്റൊരു ഈർക്കിലി പാർട്ടിയുമായി ചേർന്നുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയതിൻ്റെ പിൻബലത്തിൽ അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന CMB പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് സഹകരിച്ച് CPMനെ അങ്ങ് പള്ളിക്കാട്ടിലേക്ക് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നടപ്പുള്ള കാര്യമാണോ എന്ന് എല്ലാവരും തീരുമാനിക്കട്ടെ. അദ്ദേഹം പറയുന്ന 100 കണക്കിന് ആളുകൾ, അത്രയേ പറയാൻ കഴിയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് ഇവിടുത്തെ പ്രവർത്തകർ, CPM പ്രവർത്തകർ DMFുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ധൈര്യപൂർവ്വം പറയാൻ കഴിയാത്തത്? അതൊരിക്കലും അദ്ദേഹത്തിന് പറയാൻ കഴിയില്ലെന്നേ, ഒരിക്കലും അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കാര്യം അതിൽ കൂടുതൽ ആൾക്കാരെ കൂട്ടാനുള്ള കായിക ശേഷിയോ അംഗബലമോ ഒന്നും ഈ പറയുന്ന നമ്മുടെ പി കെ ശശിയെ പോലൊരു നേതാവിന് കഴിയില്ല. കാരണം ഇത്തവണ അങ്ങനെ അത്രയും ശക്തനായ ഒരു നേതാവായിരുന്നെങ്കിൽ TK ഗോവിന്ദൻ മാസ്റ്റർ ജയിച്ചില്ലേ, കുഞ്ഞികൃഷ്ണൻ ജയിച്ചില്ലേ, അതുപോലെ നിന്ന് ജയിക്കാനുള്ള തൻ്റെ ഇടം ഇല്ലാതായി ആയിപ്പോയത് എന്തുകൊണ്ട്? ഇത്തവണ UDFന്റെ കുത്തൊഴുക്കാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തകർന്ന് തരിപ്പണമായി എന്ന് പറയുന്ന പി കെ ശശി എന്തുകൊണ്ടാണ് അവിടെ ഒറ്റപ്പാലത്ത് വിജയിക്കാതിരുന്നത്? അപ്പോൾ പി കെ ശശി എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം UDFകാർക്ക് ഇപ്പോഴും അഭിമതനായി മാറിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തവണ ഈ ഒരു കളി കളിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിന് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ചെയർമാൻ സ്ഥാനം, ഒന്ന് പറ്റിയാൽ KTDC ചെയർമാൻ സ്ഥാനത്തേക്ക് വീണ്ടും എത്തിച്ചേരുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. അവിടെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പക്ഷേ ഇത്തവണ ഭരണം കിട്ടിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത്തവണ ഭരണം കിട്ടില്ല എന്ന് ഏറെക്കുറെ അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടാവാം, അത്തരത്തിലുള്ള ഒരുപാട് കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ടാവാം. അതിൻ്റെ പിൻബലത്തിലല്ലേ? കാരണം ഈ നടന്ന ഡീലുകൾ പലതും ഇന്ന് കേരളത്തിൽ UDF എന്ന് പറയുന്ന ഒരു മുന്നണി ജയിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്ത ഡീലുകളെക്കുറിച്ചൊക്കെ മുൻധാരണയുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നിരിക്കണം ഈ പറയുന്ന പി കെ ശശി എന്ന് പറയുന്ന നേതാവ്. അപ്പോൾ അതായിരുന്നില്ലേ അതായിരുന്നു വേണ്ടതെന്ന് പി കെ ശശി ഒരിക്കൽ കൂടി ആലോചിക്കുക. ഇനിയിപ്പം ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താണ്. ഇനിയിപ്പോൾ CPMനെ പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നത് നോക്കിയിരിക്കുന്ന ഒരാളായി പി കെ ശശി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തീവ്രത കുറഞ്ഞ പീഡനമൊക്കെ നടത്തി ആ പീഡനത്തിൻ്റെ പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളായി, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഇന്ന് വിശുദ്ധവൽക്കരിക്കപ്പെട്ട ഒരാളായി പി കെ ശശി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് CMB എന്ന് പറയുന്ന ഒരു പാർട്ടിയിലൂടെ സാധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം CMB എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നാളെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ ഗതി തന്നെ നിർണ്ണയിക്കാൻ തക്ക ശേഷിയുള്ള ആൾബലമുള്ള അംഗബലമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറും എന്നുള്ളത് തന്നെയാണ് പി കെ ശശി പറയുന്നത്. യഥാർത്ഥ ഇടതുപക്ഷം എന്താണ് എന്ന് കാണിച്ചു തരും എന്നുള്ളതാണ് പി കെ ശശിയുടെ അഭിപ്രായം. ഇത് ശരിക്കും യഥാർത്ഥ ഇടതുപക്ഷമായി, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ഈ പറയുന്ന CMB മാറും. അതിനുവേണ്ട എല്ലാ പിന്തുണയും, അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും CMB ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ ഒരു അഭിപ്രായ പ്രകടനമാണ്, അല്ലെങ്കിൽ ഒരു മുൻവിധിയാണ്. CPM ഇനിയും കേരളത്തിൽ ഉണ്ടാവുകയേയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ CPM ഒഴിഞ്ഞു പോകുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒഴിഞ്ഞു പോകുന്ന ആ ഒരു സ്പേസ്, ആ സ്പേസിലേക്ക് CMB വന്ന് കയറുന്നു.
ആ ഒരു സ്പേസ് ആയിരിക്കും. അതായത് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാകുമ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? CPM ഒഴിവാകുന്നു, CMP നിലവിൽ UDFിൻ്റെ ഭാഗവുമാണ്. സോ ഇവിടെ CPM ഇല്ലാതാകുന്ന സമയത്ത് ഇവിടെ മറ്റൊരു മുന്നണി രൂപം കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. CPM അവസാനിച്ചു എന്ന് കരുതുക. ഇവിടെ അടുത്തതായിട്ട് ഉദയം ചെയ്യാൻ പോകുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മുന്നണി NDA ആണ്, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ്. ആ NDA എന്ന് പറയുന്ന മുന്നണി BJP ആണ് മുന്നോട്ട് നയിക്കുന്നത്. BJP നയിക്കുന്ന ഒരു NDA മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെ CPM എന്ന് പറയുന്ന ഇടത് പാർട്ടിയിൽപ്പെട്ട CPIM നശിച്ചു പോകുമ്പോൾ അതിന് ബദലായി മാറാൻ CMP പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി കഴിയുമോ? ഇല്ല. അപ്പോഴും CMP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ പറയുന്ന UDFിനോടൊപ്പം പറ്റിച്ചേർന്ന് കിടക്കുന്ന, അതിറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വെറും പരാതമായി അവശേഷിക്കും എന്നുള്ളതാണ്. ആ പരാതത്തിനൊന്നും CPM എന്ന് പറയുന്ന ഒരു വലിയ ബഹുജന പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ അതിന് പകരമായി മാറാൻ കഴിയില്ല. സാക്ഷാൽ MV രാഘവൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെ അല്ലേ ഈ പറയുന്ന PK ശശി എന്ന് പറയുന്ന ഒരു നേതാവ്? ഒരിക്കലും അത് ഉണ്ടാകാനും പോകുന്നില്ല. കാര്യം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തകരണമെങ്കിൽ ഇവിടുത്തെ അവസാന CPM കാരനും ഇല്ലാതെയാകണം. അവസാനത്തെ സഖാവ് പോലും ഇല്ലാതായെങ്കിൽ മാത്രമേ CMP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിലേക്ക് കടന്നു വരാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് UDF എന്ന് പറയുന്ന ഒരു മുന്നണി കേരളത്തിലെ ഭരണം പിടിച്ചെടുത്തത്? നാൾക്ക് നാൾ ഓരോ ദിവസവും എണ്ണയിട്ടതുപോലെ, അതല്ലെങ്കിൽ ഒരു ഗുളിക കഴിക്കുന്ന പോലെ 3 നേരവും ദുഷ്പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെച്ചുകൊണ്ട് അതിന് കുട പിടിച്ചു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ കൂടി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് UDF എന്ന് പറയുന്ന ഒരു മുന്നണി ഇന്ന് അധികാരത്തിലെത്തിയത്. ഒട്ടും ക്വാളിഫൈഡ് അല്ലാത്ത കുറേയധികം മന്ത്രിമാരെയും കൂട്ടിക്കൊണ്ട്. അപ്പോൾ ആ മന്ത്രിസഭയിൽ അങ്ങനെ വരുന്ന UDF എന്ന് പറയുന്ന മുന്നണി ഇവിടെ ദീർഘകാലം കേരളം ഭരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ കണ്ടില്ലേ UDFിൻ്റെ മന്ത്രിസഭ കേരളത്തിൻ്റെ കടൽപ്പുറം മുഴുവൻ വിറ്റു തുലയ്ക്കാൻ പോകുന്നത്. അതിനെ അനുകൂലിക്കുന്നുണ്ടോ ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു വിരിച്ച് നിൽക്കുന്ന PK ശശിയും CMP നേതാവായ നമ്മുടെ CP ജോണും? വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രവർത്തകരും ഒക്കെയല്ലേ ഇത് കണ്ടു നിൽക്കാൻ കഴിയുമോ? ഇവിടെ സർക്കാരിൽ ഒരു മന്ത്രി പോലും അറിയാതെ സ്വന്തം നിലയ്ക്ക് നിയമനങ്ങൾ നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാടായി കേരളം മാറി. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യ ഒരു തുറമുഖം എന്ന് പറയാൻ കഴിയുന്ന വിഴിഞ്ഞം തുറമുഖത്തെ പോലും BJPയുടെ ഏറാൻ മൂളികൾക്ക് കാൽച്ചുവട്ടിൽ കൊണ്ട് വെച്ചു കൊടുത്തൊരു സർക്കാരല്ലേ നമ്മളുടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ പിന്നിൽ നിന്ന് മൂട് താങ്ങിക്കൊണ്ട് നടക്കാൻ മാത്രമേ PK ശശിയെ പോലുള്ള ഒരു നേതാവിന് കഴിയുകയുള്ളൂ. എന്നിട്ടും വീരവാദം മുഴക്കുകയാണ് PK ശശി. ഇവിടെ CPM അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി പള്ളിക്കാട്ടിലേക്ക് എറിയപ്പെടും എന്ന് പറയുന്ന വൃത്തികെട്ട ഡയലോഗ് അടിച്ചുകൊണ്ട് ഇനിയിപ്പം വരട്ടാൻ ഇറങ്ങരുത്, ഇത് പാർട്ടി CPM ആണ് എന്ന് ഒരിക്കൽ കൂടി ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ അങ്ങേ ഓർമ്മിപ്പിക്കും. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രവർത്തനം. ഇവിടെ കേരളത്തിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആ സ്പേസിലേക്ക് ബദലായി മാറാൻ CMP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരിക്കലും കഴിയില്ല. നിങ്ങൾക്ക് UDF എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ പരാതമായി ശിഷ്ടകാലം ജീവിച്ചു തീർക്കാൻ മാത്രമേ കഴിയൂ. അവരെറിഞ്ഞു തരുന്ന അപ്പക്കഷ്ണങ്ങൾ മാത്രം നിലത്ത് മണ്ണിൽ നിന്നെടുത്ത് കഴിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചുകൊണ്ട് പോകാനേ കഴിയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി PK ശശിയെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.